നമസ്കാരം. പ്രധാന വാർത്തകൾ. ചിറ്റൂരിൽ 3 കോടിയുടെ കുഴൽപ്പണവുമായി അങ്ങാടിപ്പുറം സ്വദേശികൾ അറസ്റ്റിൽ. കാറിൽ രഹസ്യ അറയുണ്ടാക്കി പണം കടത്തിയ സംഘം പിടിയിലായത് രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ. കുന്നംകുളത്ത് ലഹരി മരുന്നുമായി പിടിയിലായവരുടെ ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ നിന്ന് 90 ഗ്രാം MDMA കൂടി പോലീസ് കണ്ടെടുത്തു. തൃശൂർ മുണ്ടൂരിൽ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു. സഹയാത്രികന് ഗുരുതര പരിക്ക്. അപകടം കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ മതിലിലിടിച്ച്. കുന്നംകുളം തൃശൂർ റോഡിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ റോഡിലേക്ക് ചിതറി വീണു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. പുതിയ പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമര സായാഹ്നം. കേന്ദ്ര ബജറ്റിനെതിരെ മേലെ പട്ടാമ്പിയിൽ FSCTO നേതൃത്വത്തിൽ സായാഹ്ന ധർണ. ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ 2018 ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് സൗജന്യമായി വിട്ടുകിട്ടിയ സ്ഥലം കാടുകയറി അവഗണനയിൽ. നിരാശയോടെ സ്ഥലം വിട്ടു നൽകിയ അധ്യാപിക. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയുമുണ്ടായില്ല. രാഷ്ട്രീയക്കാരന് സാഹിത്യബോധമുണ്ടാകേണ്ടതിന്റെ സമകാലിക പ്രസക്തി വളരെ വലുതെന്ന് കവി P. രാമൻ. സാഹിത്യകാരന്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും രാഷ്ട്രീയക്കാരന്റെ സാഹിത്യബോധം ചർച്ചയാകാറില്ല. രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ച മുൻ തലമുറയിലെ പലരും സാഹിത്യരംഗത്തു നൽകിയ സംഭാവനകൾ മികവുറ്റതെന്നും P. രാമൻ. വയനാടിന് തൃശൂർ കോർപ്പറേഷന്റെ കണ്ണീർപ്പൂക്കൾ. ഈ വർഷം കോർപ്പറേഷന്റെ ഓണാഘോഷമില്ല. പുലികളി ഉൾപ്പെടെ എല്ലാ ആഘോഷവും ഒഴിവാക്കാൻ മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ 3 കോടിയോളം രൂപയുമായി അങ്ങാടിപ്പുറം സ്വദേശികൾ ചിറ്റൂരിൽ വെച്ച് പിടിയിൽ. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇവർ പണവുമായി പിടിയിലായത്. അങ്ങാടിപ്പുറം പരിയപുരം പൂക്കോട്ടിൽ ജംഷാദ് 46 വയസ്സ്, അങ്ങാടിപ്പുറം ചോലയിൽ അബ്ദുള്ള 42 വയസ്സ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. 2,97,50,000 രൂപയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. തിരുപ്പൂരിൽ നിന്ന് മലപ്പുറത്തേക്കാണ് പണം കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ വാഹനത്തിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ച 500, 200, 100 രൂപയുടെ കെട്ടുകളാണ് പിടിച്ചെടുത്തത്. കാറിന്റെ പ്ലാറ്റ്ഫോമിൽ രഹസ്യ അറയുണ്ടാക്കി പണം സൂക്ഷിച്ചതിനു ശേഷം മെറ്റൽ ബോർഡ് ഉപയോഗിച്ച് വെൽഡ് ചെയ്ത് മറച്ചാണ് പണം കടത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കുഴൽപ്പണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര മാഫിയയ്ക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പണത്തിന്റെ ഉറവിടം, കടത്തു കേന്ദ്രം എന്നിവയെക്കുറിച്ചും അന്വേഷണം നടത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളത്ത് ലഹരിമരുന്നുമായി പിടിയിലായവരുടെ താമസ സ്ഥലത്തുനിന്ന് 90 ഗ്രാം MDMA കൂടി പോലീസ് കണ്ടെടുത്തു. ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ നിന്നാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. ഇന്നലെ ഉച്ചയ്ക്ക് കുന്നംകുളം ചൊവ്വന്നൂരിലായിരുന്നു ആദ്യ ലഹരിവേട്ട. ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ കടത്തിയിരുന്ന 2 കിലോ ഹാഷിഷ് ഓയിലും 65 ഗ്രാം MDMAയുമാണ് ആദ്യം പിടികൂടിയത്. ഗുരുവായൂർ പേരകം കാവീട് സ്വദേശി അൻസിൽ, താമരയൂർ സ്വദേശി നിതീഷ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മമ്മിയൂരിൽ പ്രതികൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ 90 ഗ്രാം MDMA സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. തുടർന്ന് പ്രതികളെ സ്ഥലത്തെത്തിച്ച് ഫ്ളാറ്റിൽ നിന്ന് രാത്രിയോടെ 90 ഗ്രാം MDMA കൂടി കണ്ടെടുക്കുകയായിരുന്നു. ഇതോടെ പ്രതികളിൽ നിന്ന് പിടികൂടിയ MDMA 150 ഗ്രാമായി. പ്രതികൾക്ക് ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും എവിടെയെല്ലാമാണ് വിൽപ്പന നടത്തുന്നത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CS സാജിദ്. പട്ടാമ്പിയിലെ ഗതാഗത സംവിധാനം സുഗമമാക്കുക, പുതിയ പാലം യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ നടത്തിയ സമര സായാഹ്നം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇത്രത്തോളം ജനങ്ങൾ ദുരിതത്തിലായ ഒരു അവസ്ഥ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും പാലം കൈവരി സ്ഥാപിക്കൽ നടപടി വൈകുംതോറും യാത്രക്കാരുടെ ദുരിതം വർദ്ധിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ പാലമെന്ന ആ സ്വപ്നം അത് എന്ന് യാഥാർത്ഥ്യമാകുമെന്നതിന്റെ വലിയ ചിന്തചിഹ്നമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്.
ഇന്ന് പത്രങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ പോലും ഈ പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെങ്കിൽ മാസങ്ങളുടെ താമസമുണ്ടാകും എന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പതിറ്റാണ്ടുകളായി പട്ടാമ്പിയുടെ ആവശ്യമാണ് പട്ടാമ്പിയുടെ ഒരു പുതിയ പാലം എന്നുള്ളത്. ഏതാണ്ട് 50 വർഷത്തിലധികം പഴക്കമുള്ള പട്ടാമ്പി കോച്ച് അതിന്റെ എത്രയോ പ്രളയങ്ങളെ അതിജീവിച്ചു 2018 പ്രളയത്തിലാണ് ഏറ്റവും വലിയ പരിക്ക് ഈ പാലത്തിനുണ്ടാകുന്നത്. അതിന്റെ കൈവരികൾ പോലും ഒലിച്ചുപോയി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി പാലത്തിന് പുതിയ കൈവരി അന്ന് സ്ഥാപിച്ചത്. 2019 പാലത്തിന് മുകളിലൂടെ വെള്ളം കടന്നുപോയപ്പോൾ പട്ടാമ്പിയിലെ MLA വലിയ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അന്ന് നിങ്ങളൊക്കെ കളിയാക്കിയ ആ വലിയ 25 ലക്ഷത്തിന്റെ കൈവരി അതിന്റെ ഉറപ്പുകൊണ്ടാണ് ഈ പ്രളയത്തെ അത് അതിജീവിച്ചത് എന്നാണ്. പക്ഷേ വീണ്ടും ഒരു വലിയ പ്രളയമുണ്ടായപ്പോ, ഒരു വെള്ളത്തിന്റെ കുറ്റവെപ്പുണ്ടായപ്പോ ആ കൈവരികൾ മുഴുവൻ ഒലിച്ചുപോയ സാഹചര്യം നമ്മൾ കാണുകയാണ്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ അധ്യക്ഷനായി. CA റാസി മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തരം, റിയാസ് മുക്കോളി, PM സൈഫുദ്ദീൻ, KA റഷീദ്, KM മുജീബുദ്ദീൻ, AKM ഹനീഫ, TP ഹസൻ, ഷബീർ തോട്ടത്തിൽ, PKM ഷഫീഖ്, AKM അലി, K ഹംസ, ഷഫീഖ് പുഴയ്ക്കൽ, ഷിഹാബ് കരിമുള്ളി, സിദ്ദിഖ് റഹീമി, ജാസിർ നാട്യമംഗലം, മൻസൂർ പാലത്തിങ്ങൽ, VPM ഇഹ്സാൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനീർ പാലത്തിങ്ങൽ, റിയാസ് നമ്പ്രം, ഫൈസൽ പൂതാനിയിൽ, K അബ്ദുറഹ്മാൻ, ആബിദ് പറമ്പിൽ, റാഷിദ് കാരക്കാട്, ആഷിഖ്, ഹസീബ്, റിയാസ്, റാഫി, സൈദലവി, സലാം, അനസ് തുടങ്ങിയവർ സമരസായാഹ്നത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ശോചനീയാവസ്ഥ തുടർന്ന് പറളി പതിപ്പാലം. ഇതിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരം. കനത്ത മഴയിൽ പുഴയിൽ വെള്ളം കയറി ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായ പറളി പതിപ്പാലത്തിൽ വെള്ളം താഴ്ന്നപ്പോഴാണ് പാലത്തിലെ പല ഭാഗങ്ങളും തകർന്ന വിവരമറിയുന്നത്. പാലത്തിന് മുകളിലെ ടാറിംഗ് തകർന്ന് വലിയ ഗർത്തമായിട്ടുണ്ട്. തൃശൂർ മുണ്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ ഗേറ്റിലും മതിലിലും ഇടിച്ചായിരുന്നു അപകടം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ മുണ്ടൂർ പമ്പ് പരിസരത്ത് വെച്ച് രാവിലെ 5:30യോടെയായിരുന്നു അപകടം. കുളത്തൂപ്പുഴയിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി 53 വയസ്സുള്ള ഷെരീഫയാണ് അപകടത്തിൽ മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സഹയാത്രികൻ ഫൈസൽ തൃശൂർ അമല ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അപകടത്തിൽ മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിരുന്നെങ്കിലും ഗുരുതരമല്ല. നിയന്ത്രണം വിട്ട വാഹനം സംസ്ഥാനപാതയോരത്തെ വീടിന്റെ ഗേറ്റും മതിലും തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പേരാമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം തൃശൂർ റോഡിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ പാതയിലേക്ക് ചിതറി വീണു. ഈ സമയം പിറകിൽ മറ്റ് വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മധുരക്കുളം റോഡിൽ നിന്ന് തൃശൂർ റോഡിലേക്ക് കയറുന്നതിനിടെ ലോറി പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ ഇരുമ്പ് പൈപ്പുകൾ റോഡിൽ ചിതറി വീഴുകയായിരുന്നു. ലോറിക്ക് പിറകിൽ ഈ സമയം മറ്റു വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മാളയിൽ നിന്ന് ഒളരിയിലേക്ക് GI പൈപ്പുകൾ കൊണ്ടുപോവുകയായിരുന്ന ചരക്ക് ലോറിയിൽ നിന്നാണ് പൈപ്പുകൾ താഴെ വീണത്. തുടർന്ന് യൂണിയൻ തൊഴിലാളികൾ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ റോഡിൽ വീണ ഇരുമ്പ് പൈപ്പുകൾ ലോറിയിൽ കയറ്റിയതിന് ശേഷമാണ് യാത്ര തുടരാനായത്. ഇരുമ്പ് പൈപ്പ് റോഡിൽ വീണതോടെ മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഖഫ് ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയും സമസ്ത ലീഗൽ സെൽ കൺവീനറുമായ ബഷീർ കല്ലേപ്പാടം ദേശമംഗലം വെസ്റ്റ് പല്ലൂർ മുനവറുൽ ഇസ്ലാം സംഘത്തിന്റെ വാർഷിക തിരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യ വരണാധികാരിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയം വഖഫിന്റെ സംരക്ഷണമാണ്. നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്നലെ പാർലമെന്റിൽ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജു ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു, അല്ലേ? വഖഫ് ബിൽ. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1926-ലും പിന്നീട് 1963-ലും അതിനുശേഷം 54-ലും 63-ലും അതിനുശേഷം 95-ലുമൊക്കെ കൃത്യമായ ഭേദഗതികളോടുകൂടെ വിശാലമായ ഒരു ബില്ല്, ഒരു ആക്ട് വഖഫിന് പാസ്സാക്കിയിട്ടുണ്ട്. ആ ആക്ടിനെ അട്ടിമറിക്കുന്ന രൂപത്തിൽ കൃത്യമായി പറഞ്ഞാൽ ആ ആക്ടിൽ ഇപ്പോൾ കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, അതിന്റെ ഗൗരവം ഞാൻ
ഒന്നും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ വന്ന ആക്ടിൽ പറഞ്ഞ നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെയാണ് ആളുകൾ തീരുമാനിക്കുന്നത്. അത് MP-മാരുടെ പാനലായാലും MLA-മാരുടെ പാനലായാലും ബാർ കൗൺസിലിന്റെ പ്രതിനിധിയാണെങ്കിലും അതേപോലെ മുത്തവല്ലി പ്രതിനിധിയാണെങ്കിലും നമ്മുടെ മഹലിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ പോയി വോട്ട് ചെയ്തിട്ടാണ് വഖഫ് ബോർഡിലേക്ക് മെമ്പർമാരെ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്. ആ സിസ്റ്റം കളഞ്ഞിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകളെ വെക്കണമെന്നാണ് പുതിയ നിയമം പറയുന്നത്. രണ്ടാമത്, ഇത്രയും കോടിക്കണക്കിന് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഈ വഖഫ് സ്വത്തിന്റെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു അമുസ്ലിം ആകണമെന്ന നിയമമാണ് ഇപ്പൊ ബില്ലിൽ പറയുന്നത്. മഹൽ പ്രസിഡന്റ് TS മമ്മി ദേശമംഗലം അധ്യക്ഷനായി. മുനറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പൊതുയോഗത്തിൽ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി അഷ്റഫ് വെള്ളത്ത് വാർഷിക പ്രവർത്തന റിപ്പോർട്ടും VM റഷീദ് കണക്കും അവതരിപ്പിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ ഷുക്കൂർ ബാഗവി, ബാദുഷാ അൻവരി, ട്രഷറർ AH ഹംസ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ബഷീർ കല്ലേപ്പാടം പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതിന് നേതൃത്വം നൽകി. TS മമ്മി, CM മുഹമ്മദ് കാസിം, AH ഹംസ എന്നിവർ ഉൾപ്പെട്ട 23-അംഗ കമ്മിറ്റിയെ അടുത്ത 3 വർഷത്തേക്കായി തിരഞ്ഞെടുത്തു. KE ഇസ്മായിൽ യോഗത്തിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 2018-ലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വാസസ്ഥലം നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനായി സർക്കാരിലേക്ക് സ്ഥലം നൽകി വെട്ടിലായൊരു അധ്യാപികയുണ്ട് ദേശമംഗലത്ത്. ദേശമംഗലം കൊറ്റമ്പത്തൂരിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് വാസസ്ഥലം നഷ്ടമായവർക്ക് വീട് നിർമ്മിക്കാനായി ദേശമംഗലം വാളേരി വീട്ടിൽ ചന്ദ്രമതി തന്റെ 12 സെന്റ് ഭൂമിയാണ് സർക്കാരിലേക്ക് വിട്ടു നൽകിയത്. ഇന്ന് ആ ഭൂമി ആർക്കും ഉപയോഗമില്ലാതെ കാടുപിടിച്ച് കിടക്കുകയാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ലെന്ന് ചന്ദ്രമതി STVയോട് പറഞ്ഞു. വാസസ്ഥലം നഷ്ടമായവർക്ക് ഒരു താങ്ങാവണമെന്നു കരുതിയെടുത്ത തീരുമാനം തനിക്കു തന്നെ പ്രതിസന്ധി തീർത്ത ദുരവസ്ഥയിലാണ് ടൈപ്പ് റൈറ്റിംഗ് അധ്യാപിക കൂടിയായ ചന്ദ്രമതി. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വാസസ്ഥലം നഷ്ടമായവർക്ക് വീട് നിർമ്മിക്കാനായി സർക്കാരിലേക്ക് നൽകിയ 12 സെന്റ് ഭൂമി ഇന്ന് ആർക്കും ഉപയോഗമില്ലാതെ കാട് പിടിച്ചു കിടക്കുകയാണ്. കൂടാതെ ആ സ്ഥലത്ത് കാട്ടുപന്നികളും ഇഴജന്തുക്കളും ചേക്കേറി സമീപവാസികൾക്ക് തന്നെ ഭീഷണിയുമാണ്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കാണിച്ച് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായില്ല. 2018-ൽ കൊറ്റമ്പത്തൂരിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് 4 പേരാണ് ഇവിടെ മരിച്ചത്. 35ഓളം കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമല്ലാതായി. ഈ ഉള്ളുലയ്ക്കുന്ന കാഴ്ചയെ തുടർന്നാണ് ചന്ദ്രമതി വാസസ്ഥലം നഷ്ടപ്പെട്ടവരുടെ പുനരുജ്ജീവനത്തിനായി തന്റെ സ്ഥലം സർക്കാരിന് കൈമാറിയത്. എന്നാൽ പിന്നീട് അതിനുവേണ്ട നടപടിയൊന്നും സർക്കാർ കൈക്കൊണ്ടില്ലെന്നും ചന്ദ്രമതി പറയുന്നു. വള്ളം കൊറ്റമ്പത്തൂർ ഉരുൾപൊട്ടലിൽ 4 കുടുംബനാഥന്മാരും അവരുടെ വീടും ഒറ്റേ നശിച്ചുപോയി. ആ സമയത്ത് എൻ്റെ ദയനീയാവസ്ഥ തോന്നി ഞാൻ അവർക്കൊരു 54 സെൻറ്റിൽ നിന്ന് ഒരു 12 സെൻറ്റ് സ്ഥലം 4 വീട് വെക്കാനായി കൊടുത്തു. എന്നാൽ ഇന്ന് വരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായില്ല. പല പ്രാവശ്യം ഞാൻ താലൂക്കിൽ കയറിയിറങ്ങി, വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങി. ഇപ്പോൾ ആ സ്ഥലം മൊന്ത കെട്ടി പന്നി, പാമ്പ്, മുള്ളം പന്നി മുതലായ ഇതര ജീവികളുടെ ശല്യം അയൽവാസികൾക്കും ബുദ്ധിമുട്ടാണ്. എൻ്റെ സ്ഥലത്തുള്ള തെങ്ങ്, വാഴ മുതലായവ പന്നി നശിപ്പിക്കുന്നു. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനായി ഈ സ്ഥലം അനുവദിക്കണം എന്നതാണ് സർക്കാരിനോടുള്ള ചന്ദ്രമതിയുടെ അഭ്യർത്ഥന. ഇപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തത്തിൽ ഉള്ളവർക്ക് ആർക്കെങ്കിലും വീടും സ്ഥലവും ഇല്ലാത്തവർ ഇവിടെ വന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് താമസിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുക്കുവാനും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കുപോക്കുണ്ടാവണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേന്ദ്ര ബജറ്റിനെതിരെ FSCTOയുടെ ആഭിമുഖ്യത്തിൽ മേലെ പട്ടാമ്പിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സംഘടനയിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ FSCTO ജില്ലാ സെക്രട്ടറി K. മഹേഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക ബില്ലിൽ നിന്ന് മോഡി പിന്തിരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ അന്ന് ആ പ്രക്ഷോഭ പരിപാടിയിൽ നിന്ന് കർഷകർ പിൻവലിയുമ്പോൾ ഉറപ്പുകൊടുത്ത ഒരു വാഗ്ദാനവും മോഡി ഗവൺമെന്റിന് പാലിക്കാൻ കഴിഞ്ഞില്ല. നോക്കൂ, അന്ന് ഉറപ്പുകൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് മിനിമം താങ്ങുവില നടപ്പിലാക്കും എന്നാണ്. സായാഹ്ന ധർണയിൽ FSCTO താലൂക്ക് പ്രസിഡന്റ് V. മനോജ് അധ്യക്ഷനായി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K. പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. FSCTO താലൂക്ക് സെക്രട്ടറി P. ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും C. ശ്രീദീപ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 26 ഓട്ടോറിക്ഷകളുടെ ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. കാരുണ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് CITU പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് S. കൃഷ്ണദാസ് നിർവഹിച്ചു. ഇത്തരത്തിലുള്ള തുടർച്ചയായ ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ ജനത ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളത്തിൽ. ചടങ്ങിൽ വയനാട് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തി തിരിച്ചെത്തിയ യൂണിയൻ അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയും സന്നദ്ധ പ്രവർത്തകനുമായ ജമാൽ നാസറിന് യൂണിയനു വേണ്ടി CPM ഒറ്റപ്പാലം LC സെക്രട്ടറി IMA റസാഖ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. TK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. VT സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ്, സെക്രട്ടറി PA രാമൻകുട്ടി, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ VK അനിൽകുമാർ, ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വയനാട് ദുരന്തഭൂമിയിലെ കുരുന്നുകളുടെ തുടർ പഠനത്തിന് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ കരുതൽ. തുടർ പഠനത്തിനാവശ്യമായ പഠനോപകരണങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ എത്തിച്ചു നൽകും. വയനാട് ഉരുൾപൊട്ടലിൽ അനാഥത്വം പേറേണ്ടി വന്ന 2000-ഓളം വിദ്യാർത്ഥികൾക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ കരുതൽ ലഭിക്കുന്നത്. കുട്ടികളുടെ തുടർ പഠനം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനത്തിനു ശേഷം സഹപാഠികൾ, സുമനസ്സുകൾ, വ്യാപാരികൾ തുടങ്ങിയവരിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പഠനോപകരണങ്ങൾ സ്വീകരിച്ചത്. പഠനോപകരണങ്ങൾ വേർതിരിച്ചു പെട്ടിയിലാക്കിയ സാന്ത്വന വാഹനം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. ജനപക്ഷത്തു നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് സമരഭൂമിയിലും ദുരന്തഭൂമിയിലും സജീവമാകുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് F. ജയഘോഷ് പറഞ്ഞു. വയനാടുണ്ടായ ദുരന്തത്തിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 13 ലോഡ് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള 13 ലോഡ് സാധനങ്ങളാണ് വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റോറിലേക്ക് കൊണ്ടുപോയത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയനാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠനം ഏറ്റെടുത്തപ്പോൾ ആ വയനാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ നോട്ട് പുസ്തകവും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. 25,000 നോട്ട് ബുക്കാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ചത്. അതിനോടൊപ്പം പാലക്കാട് ജില്ലാ KYC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാഗ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ ബാഗ് സമാഹരിച്ച് നൽകാമെന്നേറ്റു. 1500-ലധികം ബാഗാണ് KYC ജില്ലാ കമ്മിറ്റി സമാഹരിച്ചിരിക്കുന്നത്. അതിനോട് ആവശ്യമായ പെന്നും പെൻസിൽ മറ്റ് എല്ലാ പഠനോപകരണങ്ങളും ടിഫിൻ ബോക്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ പഠനോപകരണങ്ങളും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെയും KYC ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇവിടെ സമാഹരിച്ചു. ഇന്നത് വയനാട്ടിലെത്തിച്ച് നാളെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഏൽപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളിയെ മങ്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ അകാരണമായി മർദ്ദിച്ചതായി പരാതി. മങ്കര കുനിയമ്പാടം സ്വദേശിയായ KM ഹംസയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പോലീസുകാരനടക്കം 4 പേർക്കെതിരെ മങ്കര പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മങ്കര വെള്ള റോഡുള്ള തന്റെ കടയിൽ സുഹൃത്തും മങ്കര പഞ്ചായത്ത് അംഗവുമായ വിനോദ് കുമാറുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് ഹംസയുടെ അടുത്ത് കാർ നിർത്തിയിറങ്ങിയ മങ്കര സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അജീഷ് പേര് ചോദിക്കുകയും പേര് പറഞ്ഞുടനെ അകാരണമായി മുഖത്ത് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഹംസ പറഞ്ഞു. കാറിനകത്ത് മറ്റു 2 പേരും ഉണ്ടായിരുന്നതായാണ് വിവരം. പോലീസുകാരൻ മാത്രമാണ് കാറിൽ നിന്നും പുറത്തിറങ്ങി വന്നതെന്നും ഹംസ പറയുന്നു. ഇന്നലെ വൈകിട്ട് പെയിന്റിംഗ് പണി അവിടെ എൻ്റെ വളറോടാണ് ഓഫീസ്, മങ്കര വളറോഡ്. ഞാൻ കുനിയമ്പാട് സ്വദേശിയാണ്. 10-20 പണിക്കാരിനെ വെച്ച് പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വളറോഡ് ഓഫീസിൽ പണിക്കാർക്ക് കൂലിയും കൊടുത്ത് അങ്ങനെ വൈകിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മങ്കര പഞ്ചായത്തിൻ്റെ മെമ്പറും ഉണ്ടായിരുന്നു, വിനോദ് പറയും. അങ്ങനെ മുമ്പ് ഞാനായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മങ്കര പോലീസ് സ്റ്റേഷനിലെ അജീഷ് പറഞ്ഞ സാറ് വന്നിട്ട് ഹംസ ആരാണ് ചോദിച്ചു. അപ്പോൾ സാറ് ഞാനാണ് പറയലും അങ്ങനെ മുഖത്ത് ഇടിച്ചു. അങ്ങനെ ബ്ലഡൊക്കെ അങ്ങനെ വന്നു, മൂക്ക് പൊടി അങ്ങനെ ചുണ്ടൊക്കെ പൊട്ടിച്ചു. പിന്നെ മൂക്കിൻ്റെ ഈ പാലം കൂടെ പൊട്ടി അങ്ങനെ ഇതായി ഭയങ്കര വേദന, കൈയൊക്കെ തിരിച്ച് എടുക്കുകയും ചെയ്തു. അപ്പോൾ വിനോദ് മെമ്പർ സാറേ എന്താണ്, ആരാണ്, നിങ്ങൾ എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ നീ മെമ്പറാണ്, നിന്നെയും തല്ലും പറഞ്ഞിട്ട് വിനോദ് മെമ്പറിന് അങ്ങനെ തള്ളിയിട്ട് കൊണ്ട് അങ്ങനെ അയാൾ ഓടുകയാണ് ചെയ്തത്. പക്ഷേ കാറിൽ 2-3-4 ആൾക്കാർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അയാളാണ് ഇറങ്ങി വന്നത്. മുഖത്ത് സാരമായി പരിക്കേറ്റ ഹംസയെ പത്രിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹംസയുടെ മോണയിൽ നിന്നും രക്തം പൊട്ടിയൊഴുകുന്നതായും
മൂക്കിൽ ചെറിയ പൊട്ടലുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. സംഭവമറിഞ്ഞ് മണ്ണൂർ LC സെക്രട്ടറി TR ശശി, CPM നേതാവ് OM മോഹൻരാജ്, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും ആശുപത്രിയിലെത്തി. അതായത് ഒരു കാരണമില്ല, ഹംസയ്ക്ക് എന്തുകൊണ്ടാണ് തനിക്ക് മർദ്ദനമേറ്റത് എന്ന് അറിയാനുള്ള ഒരു അവകാശം പോലും കൊടുത്തിട്ടില്ല. ഇറങ്ങി വന്ന ഉടനെ ഗുണ്ടകളെക്കാൾ ഏത് ഒരു ലോക്കൽ ഗുണ്ട പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പോലീസ് സേനയിലുള്ള ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ അജീഷ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ അതിശക്തമായി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിക്ക് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, അഡ്മിറ്റ് ആയിരിക്കുന്നത്. ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസുകാരനെതിരെ എടുക്കണം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ എന്തിനാണ് തല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവനെ ആക്രമിക്കാനുള്ള പ്രവണതയാണ് ഈ പോലീസുകാരൻ കാട്ടിയത് എന്നാണ് അറിഞ്ഞത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമാതിരി അകാരണമായി ജനങ്ങളെ തല്ലാനും മറ്റ് ഭീഷണിപ്പെടുത്താനും തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചും എന്താ പറയുക, നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാതൃകാപരമായ ശിക്ഷ അദ്ദേഹത്തിന് വാങ്ങി കൊടുക്കേണ്ടതാണ്. സംഭവത്തിനു ശേഷം തന്നെ മർദ്ദിച്ച പോലീസുകാരൻ ആശുപത്രിയിലെത്തി മാപ്പ് പറഞ്ഞതായും ഹംസ പറയുന്നു. പോലീസുകാരന്റെ നടപടിക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉൾപ്പെടെ തൃശൂർ കോർപ്പറേഷൻ എല്ലാ ഓണാഘോഷങ്ങളും ഒഴിവാക്കി. മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും റദ്ദാക്കിയത്. മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗ തീരുമാനപ്രകാരമാണ് കോർപ്പറേഷൻ തല ഓണാഘോഷം, ഡിവിഷൻ തല ഓണാഘോഷം, കുമ്മാട്ടി, പുലിക്കളി ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ തീരുമാനമായത്. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദരസൂചകമായി കോർപ്പറേഷൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഓണാഘോഷ പരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് മേയർ അഭ്യർത്ഥിച്ചു. ഏറ്റവും വലിയ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ള സംഭവമാണ് വയനാട് ജില്ലയിലുള്ള. നമുക്കെല്ലാവർക്കും അത് വളരെ സുദീർഘമാണ്. മുണ്ടക്കയത്തുണ്ടായ അപകടം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരും നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ഇന്നും അതിന് വേർപാടിൻ്റെ ഭാഗമായി ഇന്നും 4 ശവശരീരങ്ങൾ നമുക്ക് അവിടെ ലഭിച്ചു എന്ന് പറയും. ലോകത്തിനകത്ത് ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഒറ്റക്കെട്ടായി എല്ലാ കാര്യത്തിലും നിലകൊള്ളുന്ന ഒരു വിഭാഗക്കാരാണ് മലയാളികൾ. ആ മലയാളികൾ ഒത്തൊരുമിച്ച് എല്ലാ ആഘോഷമായാലും അതുപോലെ തന്നെ വേർപാടായാലും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. സർക്കാർ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം ഒന്നും തന്നെ വേണ്ട എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളും അതുപോലെ തന്നെ കോർപ്പറേഷൻ എടുക്കുന്ന തീരുമാനം, ഓണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിർത്തിവെക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പറളി പതിപ്പാലത്തിലെ കുഴികളടയ്ക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയായില്ല. താൽക്കാലിക പരിഹാരത്തിന് മുന്നിട്ടിറങ്ങി പറളിയിലെ ഓട്ടോ ഡ്രൈവർമാർ. പറളി ചന്തപുര സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിലാണ് ഓടന്നൂർ പതിപ്പാലത്തിലെ അപകട കുഴികൾ നികത്തി ഗതാഗത യോഗ്യമാക്കിയത്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാകാത്തതെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA. പറളി സർവീസ് സഹകരണ ബാങ്കിന്റെ 3ാമത് ശാഖ ഓടന്നൂരിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഒരു സുഹൃത്തിനെ പോലെയോ വേണ്ടപ്പെട്ടവരെ പോലെയോ ഏറ്റവും അടുത്ത മിത്രത്തെ പോലെയോ ചിരപരിചയമായ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. കേരളത്തിന്റെ സാമ്പത്തിക ഘടനയിലും സാമ്പത്തിക വളർച്ചയിലും സഹകരണ പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണ്. മറ്റേതൊരു സംവിധാനങ്ങളെക്കാൾ കൂടുതൽ ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഏറ്റവും ശക്തമായ ഒരു വേരോട്ടം നടത്തിയിട്ടുള്ളതും ഈ സഹകരണ മേഖലയാണ്. ബാങ്ക് പ്രസിഡന്റ് K. വിജയൻ അധ്യക്ഷനായി. സെക്രട്ടറി K. രാമസ്വാമി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്കിന്റെ സ്ട്രോങ് റൂം ഉദ്ഘാടനം അസിസ്റ്റന്റ് രജിസ്ട്രാർ M. ഹരിദാസും ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവിയും നിർവഹിച്ചു. സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ M. V. ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഫ്ദർ ഷെരീഫ്,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS അജിത്, പഞ്ചായത്ത് അംഗം മാലിനി, സഹകരണ ബാങ്ക് റീജിയണൽ ജനറൽ മാനേജർ P ബാലഗോപാലൻ, E കാർത്തികേയൻ, N നാഗരാജൻ, AS ശിവദാസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെമ്പകവല്ലി, ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് KM വീരാൻകുട്ടി, ഓടന്നൂർ ബാങ്ക് നിർമ്മാണ കമ്മിറ്റി കൺവീനർ M വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് PD ശശികുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബാങ്ക് ജീവനക്കാരുടെ പ്രതിനിധി MT ജയപ്രകാശ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊട്ടായി. രാഷ്ട്രീയക്കാരന് സാഹിത്യബോധമുണ്ടാകേണ്ടതിന്റെ സമകാലിക പ്രസക്തി വളരെ വലുതാണെന്ന് കവി P രാമൻ. കുളപ്പുള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ രാജീവ് പിള്ളത്തിന്റെ പലകാലം പലവക കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളിയുടെ അധ്യക്ഷതയിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ്. എഴുത്തുകാരിയും അഭിനേത്രിയുമായ ജോളി ചിറയത്തിന് ആദ്യ കോപ്പി നൽകി കവി P രാമൻ പലകാലം പലവക പ്രകാശനം ചെയ്തു. രാഷ്ട്രീയക്കാരന് സാഹിത്യബോധമുണ്ടാകേണ്ടതിന്റെ സമകാലിക പ്രസക്തി വളരെ വലുതാണെന്ന് തുടർന്ന് നടത്തിയ പ്രഭാഷണത്തിനിടെ P രാമൻ അഭിപ്രായപ്പെട്ടു. രാജീവ് രാഷ്ട്രീയക്കാരനായ എഴുത്തുകാരനാണ്. സാഹിത്യകാരന്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും രാഷ്ട്രീയക്കാരന്റെ സാഹിത്യബോധം ചർച്ചാ വിഷയമാകാറില്ല. അതേസമയം രാഷ്ട്രീയ ഭരണരംഗങ്ങളിൽ ശോഭിച്ച മുൻ തലമുറയിലെ പലരും സാഹിത്യമേഖലയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അമൂല്യമാണെന്നും P രാമൻ പറഞ്ഞു. രാഷ്ട്രീയത്തിന് സാംസ്കാരികമായ ഒരു വേര് ഉണ്ടാവണം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് രാജീവ് എഴുത്തിലേക്ക് വരുന്നത്. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തെ മാത്രമല്ല ഓർമ്മ വരിക, കേരളത്തിന്റെ സമ്പന്നമായ രാഷ്ട്രീയ പാരമ്പര്യത്തെയും നമുക്ക് ഓർമ്മ വരും. സാഹിത്യ പാരമ്പര്യത്തെ മാത്രമല്ല, സാഹിത്യകാരന് രാഷ്ട്രീയം വേണം എന്നുള്ളത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. സാഹിത്യകാരന് രാഷ്ട്രീയം വേണം. അത് ജീവിതം കൊണ്ട് ഉണ്ടായി വരേണ്ട രാഷ്ട്രീയ ബോധ്യമാണ്. ജനിച്ച് വീഴുമ്പോൾ അങ്ങോട്ട് ഉണ്ടാവുന്ന ഒന്നല്ല. ജീവിതം കൊണ്ട്, അനുഭവം കൊണ്ട് ഉണ്ടായി വരേണ്ട, വികസിച്ചു വരേണ്ട രാഷ്ട്രീയ ബോധ്യം തീർച്ചയായിട്ടും എഴുത്തുകാരന് ഉണ്ടായിരിക്കണം. നിർബന്ധം ആയിട്ടുള്ളൊരു, ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. നമുക്ക് സംശയമൊന്നുമില്ല, നമ്മളെല്ലാവരും അത് പറയാറുമുണ്ട്. പക്ഷെ തിരിച്ച് രാഷ്ട്രീയ പ്രവർത്തകന് സാഹിത്യം വേണം എന്നുള്ളൊരു തിരിച്ചൊരു ചോദ്യം അത് ആരും ചോദിക്കാറില്ല. പൊതുവെ അതാരും ചോദിക്കാറില്ല. രാഷ്ട്രീയ പ്രവർത്തകന് സാഹിത്യം വേണ്ടതുണ്ടോ, സാഹിത്യത്തിന്റെ ഒരു പിൻബലം അയാൾക്ക് വേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ചോദ്യം എന്ന് മുതലാണ് നമ്മൾ ചോദിക്കാറായത്. ആദ്യകാല രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എഴുത്തുമായും വാക്കുമായും കൂടി അവര് സാഹിത്യവുമായിട്ടും അവര് ബന്ധം പുലർത്തിയിരുന്നു. നമുക്ക് പ്രസാധക ജിജി ജോഗി സ്വാഗതം പറഞ്ഞു. കവയിത്രി TG അജിത പുസ്തകം പരിചയപ്പെടുത്തി. P മമ്മിക്കുട്ടി MLA, സിനിമാതാരം TG രവി, പൂക്കാസ സംസ്ഥാന ട്രഷറർ TR അജയൻ, കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. E ചന്ദ്രബാബു, TK നാരായണദാസ്, E രാമചന്ദ്രൻ, കോട്ടയിൽ മണി, TP ജയലക്ഷ്മി എന്നിവർക്ക് സ്നേഹാദരമൊരുക്കി. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CP ചിത്രഭാനു, S കൃഷ്ണദാസ്, ശാന്തകുമാരൻ മാസ്റ്റർ, TK ബഷീർ, നിയാസ് ബക്കർ, NP നിസ, കണയം വേണുഗോപാൽ, മണി ഷൊർണൂർ, KM ലക്ഷ്മണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. രാജീവ് പിള്ളത്ത് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതീയ കിസാൻ സംഘ് തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വൈദ്യമംഗലം ഉദ്ഘാടനം ചെയ്തു. ആരാണ് അതിന് ഉത്തരവാദികൾ? കുറ്റം പറയണമെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെയും അതിനു മുമ്പുള്ള ബ്രിട്ടീഷുകാരനും അതുപോലെ വൈദേശികമായ ഇതര ശക്തികളുമെല്ലാം നമ്മളെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ ദീർഘമായി പരിശോധിക്കേണ്ടി വരും. ഞാൻ അതിനൊന്നും തുനിയുന്നില്ല. നാം അറിയേണ്ട വസ്തുത, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം എന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമായിരുന്നു. പതാക ഉയർത്തലോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ BKF ജില്ലാ പ്രസിഡന്റ് M വിദ്യാസാഗർ അധ്യക്ഷനായി. സംസ്ഥാന സംഘടനാ സെക്രട്ടറി P മുരളീധരൻ കേന്ദ്ര കേരള സർക്കാരുകളുടെ കർഷകക്ഷേമ പദ്ധതികളുടെ അവതരണം നടത്തി.
സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന വനിതാ കോർഡിനേറ്റർ MC വത്സലകുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗം S കല്യാണകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം മഞ്ജുഷ രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം K അനീഷ്, BKF ജില്ലാ സെക്രട്ടറി പ്രഭാകരൻ മഞ്ചാടി, സംസ്ഥാന സെക്രട്ടറി നാരായണൻകുട്ടി, BKS പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MU കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഇല്ലംനിറ എന്നിവ നടന്നു. ആനയൂട്ടിനും പൂജാകർമ്മങ്ങൾക്കും ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ വെച്ച് പൈങ്കുളത്തെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ജീവനോപാധിക്കായി പശുവിനെയും പശുക്കിടാവിനെയും വിതരണം ചെയ്തു. തുടർന്ന് ദൃശ്യമാധ്യമ പ്രവർത്തകരെയും ആദരിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത്, ട്രഷറർ സുരേന്ദ്രൻ, ട്രസ്റ്റ് മാനേജർ MA രാജു, ഓഫീസ് മാനേജർ N സുരേഷ്, P മണികണ്ഠൻ, KM ജമീല ടീച്ചർ, NK വിജയൻ, V സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അതിനോടനുബന്ധിച്ച് ഇന്ന് ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. അതുപോലെ മാധ്യമപ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഇവിടെ വെച്ച് നടന്നു. അതുപോലെ ഇല്ലനിറ, ക്ഷേത്രത്തിലെ ഇല്ലനിറയും നടന്നു. അതുപോലെ ഈ ക്ഷേത്രത്തിലെ ഒരു നിർധന കുടുംബത്തിന് ഒരു പശുദാനം, ഗോദാനം കൂടി ഈ സന്നിധിയിൽ വെച്ച് നടക്കുകയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘടന എന്ന നിലയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പെൻഷൻകാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംഘടനയാണ്. ഇവിടെ അധ്യക്ഷ പ്രസംഗിക്കുമ്പോൾ തന്നെ കിട്ടാനുള്ള പല ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല, ചിലരെ സഹായിക്കാൻ എഴുതി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ, ആവശ്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘടന എന്ന നിലയിൽ അത് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങളാണ് പൊതുവെ ഈ സംഘടന ഏറ്റെടുത്തത്. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് G ജഗദീഷ് അധ്യക്ഷനായി. ജില്ലാ ഉപാധ്യക്ഷൻ K സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കൗൺസിലർ NP കോമളം ടീച്ചർ, TP ജെറോം, KP ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ 3ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 13 പാലക്കാട് ചന്ദ്രനഗറിൽ നടക്കും. പെൻഷൻ ഉൾപ്പെടെ ലഭിക്കാൻ കോടതി കയറേണ്ട സാഹചര്യമുണ്ടായത് ഖേദകരമാണെന്ന് സ്വാഗത സംഘം ചെയർമാൻ S പരമേശ്വരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെലവ് ചുരുക്കി നടത്തുന്ന സമ്മേളനത്തിൽ മിച്ചം വരുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KSEB സ്വകാര്യവൽക്കരിക്കുന്നത് സേവന മേഖലയെ പ്രതിസന്ധിയിലാക്കും. KSEBയും ജീവനക്കാരും നേരിടുന്ന പ്രയാസങ്ങൾക്കും പെൻഷനേഴ്സ് നേരിടുന്ന പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകണം. വിരമിച്ച ജീവനക്കാർക്ക് ആശ്വാസം നൽകാനായി ആരോഗ്യ പദ്ധതി, മസ്റ്ററിംഗ് സംവിധാനം എന്നിവ ഏർപ്പെടുത്തിയത് സംഘടന നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായാണ്. KSEB ജീവനക്കാർ, പെൻഷനേഴ്സ് എന്നിവർ നേരിടുന്ന പ്രയാസങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും പരമേശ്വരൻ പറഞ്ഞു. നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയും കൂടെ ആയി മാറുകയാണ് ഈ സമ്മേളനം. അതേപോലെ പെൻഷൻ സംഘടന കൂട്ടായ്മ നാളിതുവരെ പെൻഷൻകാർക്ക് ഇടയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മികവുകളും ചർച്ച ചെയ്തു പോകുന്ന രീതിയിലായിരിക്കും സമ്മേളനം മുമ്പോട്ട് പോകുക. ഒട്ടനവധി കാര്യങ്ങൾ പെൻഷൻ കൂട്ടായ്മയ്ക്ക് KSEBയുടെ പെൻഷനേഴ്സിനിടയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനറൽ കൺവീനർ R സ്വാമിനാഥൻ, KB സ്വാമിനാഥൻ, PK രാജൻ, K ഈശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോങ്ങാട് സർക്കാർ UP സ്കൂളിൽ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാട്ടരങ്ങ് സംഘടിപ്പിച്ചു. പാട്ടരങ്ങ് പ്രധാനാധ്യാപിക VP ശ്രീലത ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് സർക്കാർ UP സ്കൂളിലെ 2ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാട്ടരങ്ങ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ സംഗീത അധ്യാപിക PG വിശ്വകലയുടെ നേതൃത്വത്തിൽ നടന്ന പാട്ടരങ്ങിൽ നിരവധി കുരുന്നുകളാണ് ഭാഗവാക്കായത്.
അധ്യാപകരായ TG രാമദാസ്, MK ശ്രീജ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നാടൻ പാട്ടുകളുടെ വൈവിധ്യത്തെക്കുറിച്ച് രാമദാസ് മാസ്റ്റർ സംസാരിച്ചു. നാടൻ പാട്ടുമുണ്ടായിരുന്നു. അധ്യാപകരായ ഉഷാ നന്ദിനി സ്വാഗതവും A. ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സെപ്റ്റംബർ 22 മുതൽ 29 വരെ കൊല്ലങ്കോട് സംഘടിപ്പിക്കുന്ന അഖില ഭാരത നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായി തുളസി ജന്മോത്സവം സംഘടിപ്പിക്കും. 10,000 ഭവനങ്ങളിൽ തുളസി വിത്ത് പാകി ആരംഭിക്കുന്ന ചടങ്ങിന് തിങ്കളാഴ്ച തുടക്കമാകും. അഖില ഭാരത ശ്രീമദ് നാരായണീയ മഹോത്സവത്തിന്റെ നടത്തിപ്പിന്റെ ഭാഗമായി പറളി എടത്തറ വിനായക ഹാളിൽ ചേർന്ന അഖില ഭാരത നാരായണീയ മഹോത്സവം പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. മഹോത്സവത്തിന്റെ ഭാഗമായി ഓൺലൈൻ മത്സരങ്ങൾ നടക്കും. നാരായണീയ പാരായണം, ചിത്രരചന മത്സരം, കൃഷ്ണഗീതം എന്നിവയും തിരുവാതിരക്കളി, ഗോപികാ നൃത്തം, കൃഷ്ണഭജന എന്നിവ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും നടക്കും. പരിപാടി ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് നടക്കുന്നത്. മഹോത്സവത്തിന്റെ വിളംബര യാത്ര ശ്രീകൃഷ്ണ വിഗ്രഹത്തോടുകൂടി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ നടക്കും. പാലക്കാട് നിന്നും തുടങ്ങി മങ്കര, മലമ്പുഴ, ചിറ്റൂർ, തത്തമംഗലം, കൊടുവായൂർ വഴി കൊല്ലങ്കോടെത്തും. 22-ാം തീയതി നാരായണീയ മഹോത്സവത്തിന് തുടക്കമാകും. ജില്ലാ ജനറൽ സെക്രട്ടറി P. കണ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സതീഷ് മേനോൻ അധ്യക്ഷനായി. IB ശശി, ഡോക്ടർ വിശ്വനാഥൻ, സുധാകർ ബാബു, ഗോപിനാഥൻ ആമയൂർ, VP രവീന്ദ്രൻ, PR കൃഷ്ണൻകുട്ടി, വേണു കണയം, സുധാ ഗോപാലകൃഷ്ണൻ, പ്രകാശൻ, മോഹൻ തിരുവില്ലാമല, രവികുമാർ തിരുവില്ലാമല, വിജയൻ കൊല്ലങ്കോട്, ആചാര്യ പത്മ V. മേനോൻ, രാമചന്ദ്രൻ കൊല്ലങ്കോട്, ജലജ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസ ഷഷ്ടി ആഘോഷിച്ചു. ഉച്ചയ്ക്ക് ഷഷ്ടിയൂട്ട് നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കർക്കിടക മാസ ഷഷ്ടിയോടനുബന്ധിച്ച് രാവിലെ 8:30 ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം ആരംഭിച്ചു. ഉച്ചയോടെ ഷഷ്ടിയൂട്ടിന് തുടക്കമായി. തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശങ്കരനാരായണൻ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രത്യേക പൂജകൾ നടന്നത്. പാലഭിഷേകം, ഗണപതി ഹോമം, പഞ്ചാമൃതം, വെള്ളനിവേദ്യം, ഷഷ്ടി വഴിപാട് എന്നിവയും ചടങ്ങുകളുടെ ഭാഗമായി നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ചിറ്റൂരിൽ 3 കോടിയുടെ കുഴൽപ്പണവുമായി അങ്ങാടിപ്പുറം സ്വദേശികൾ അറസ്റ്റിൽ. കാറിൽ രഹസ്യ അറയുണ്ടാക്കി പണം കടത്തിയ സംഘം പിടിയിലായത് രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ. കുന്നംകുളത്ത് ലഹരി മരുന്നുമായി പിടിയിലായവരുടെ ഗുരുവായൂർ മമ്മിയൂരിലെ ഫ്ളാറ്റിൽ നിന്ന് 90 ഗ്രാം MDMA കൂടി പോലീസ് കണ്ടെടുത്തു. തൃശൂർ മുണ്ടൂരിൽ വാഹനാപകടത്തിൽ വീട്ടമ്മ മരിച്ചു. സഹയാത്രികന് ഗുരുതര പരിക്ക്. അപകടം കാർ നിയന്ത്രണം വിട്ട് പാതയോരത്തെ മതിലിലിടിച്ച്. കുന്നംകുളം തൃശൂർ റോഡിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ റോഡിലേക്ക് ചിതറി വീണു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ്. പുതിയ പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് പട്ടാമ്പിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമര സായാഹ്നം. കേന്ദ്ര ബജറ്റിനെതിരെ മേലെ പട്ടാമ്പിയിൽ FSCTO നേതൃത്വത്തിൽ സായാഹ്ന ധർണ. ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ 2018-ലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് സൗജന്യമായി വിട്ടുകിട്ടിയ സ്ഥലം കാടുകയറി അവഗണനയിൽ. നിരാശയോടെ സ്ഥലം വിട്ടു നൽകിയ അധ്യാപിക. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയുമുണ്ടായില്ല. രാഷ്ട്രീയക്കാരന് സാഹിത്യബോധമുണ്ടാകേണ്ടതിന്റെ സമകാലിക പ്രസക്തി വളരെ വലുതെന്ന് കവി P. രാമൻ. സാഹിത്യകാരന്റെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും രാഷ്ട്രീയക്കാരന്റെ സാഹിത്യബോധം ചർച്ചയാകാറില്ല. രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ച മുൻ തലമുറയിലെ പലരും സാഹിത്യരംഗത്തു നൽകിയ സംഭാവനകൾ മികവുറ്റതെന്നും P. രാമൻ. വയനാടിന് തൃശൂർ കോർപ്പറേഷന്റെ കണ്ണീർപ്പൂക്കൾ. ഈ വർഷം കോർപ്പറേഷന്റെ ഓണാഘോഷമില്ല. പുലികളി ഉൾപ്പെടെ എല്ലാ ആഘോഷവും ഒഴിവാക്കാൻ മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.